എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചത്തിന്റെ പയ്യന്നൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഈ നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സർവതല സ്പർശിയായ രീതിയിൽ ഓരോ ഘട്ടത്തിലും പച്ചവെളിച്ചം കൃത്യമായി ഇടപെടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ ക്യാപ്ഷനുമായിട്ട് പയ്യന്നൂർ ജനസഭ എന്നൊരു ക്യാപ്ഷനുമായിട്ട് പച്ചവെളിച്ചം പ്രേക്ഷകരിലേക്ക് എത്തിയത്. അതിൽ ഒന്നാമത്തെ സെഗ്മെന്റായിട്ട് പയ്യന്നൂർ നഗരസഭയിൽ മത്സരിക്കുന്ന വിവിധ കക്ഷികളിൽപ്പെട്ട സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് 18ഓളം സ്ഥാനാർത്ഥികളെ ലൈവിൽ എത്തിച്ചുകൊണ്ട് പയ്യന്നൂരിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ പച്ചവെളിച്ചം ചോദിക്കാൻ വേണ്ടി തയ്യാറായി. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലാണ് പച്ചവെളിച്ചം നേതാവിനൊപ്പം പയ്യന്നൂർ ജനസഭയിൽ നേതാവിനൊപ്പം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിച്ചത്. ഈ രണ്ട് പരിപാടികളും വൻ വിജയമായിരുന്നു എന്നത് പച്ചവെളിച്ചത്തിന്റെ വീഡിയോ ഗാലറിയിൽ പോയാൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വലിയ അർത്ഥത്തിലാണ് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടുള്ളത്. അതിന് നമ്മുടെ സ്ഥാനാർത്ഥികൾ, പല സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികൾ വിവിധ കക്ഷികളിൽപ്പെട്ട, അത് LDF എന്നോ UDF എന്നോ BJP എന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും പെട്ട ആളുകളുമായിട്ട്, അതുപോലെ തന്നെ സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും പച്ചവെളിച്ചം ഈ പയ്യന്നൂർ ജനസഭയിൽ സ്ഥാനാർത്ഥിക്ക് ഒപ്പം എന്ന പരിപാടിയിൽ അവരെ എല്ലാവരുമായിട്ടും സംവദിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം 46 വാർഡുണ്ട്. ചെറിയൊരു സമയം ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമല്ലേ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം സെഗ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. പരിമിതമായ സമയത്തിനുള്ളിൽ 18ഓളം സ്ഥാനാർത്ഥികളെ പച്ചവെളിച്ചം ജനസഭയിലെ ലൈവിൽ എത്തിച്ച് ജനങ്ങൾ ആഗ്രഹിച്ച ചോദ്യങ്ങൾ ഒരു മുഖവും നോക്കാതെ പച്ചവെളിച്ചം ചോദിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് P. സന്തോഷ്, അതോടൊപ്പം തന്നെ AP കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള AP നാരായണൻ, CPIയുടെ നേതാവായിട്ടുള്ള B. ബാലൻ, മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KT സഹദുള്ള, BJPയുടെ നേതാവായിട്ടുള്ള പനക്കിൽ ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളുമായിട്ടും പച്ചവെളിച്ചം പയ്യന്നൂർ ജനസഭയിൽ സംവദിച്ചു. അവരോടും ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ പച്ചവെളിച്ചം ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ആ പ്രോഗ്രാം സമഗ്രമായിട്ട് വിലയിരുത്തിക്കൊണ്ട് തന്നെ പലരും പച്ചവെളിച്ചത്തോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ രണ്ട് ഘട്ടം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം ചെയ്യാൻ വേണ്ടി പോയ കാര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ ജനങ്ങളാണ് കാര്യങ്ങൾ പറയേണ്ടത്. പച്ചവെളിച്ചം നടത്തിയ ലൈവിൽ എന്തുകൊണ്ട് പച്ചവെളിച്ചത്തിന് മുഖം കാണിച്ചില്ല, ഇൻട്രോ പറയുമ്പോൾ പച്ചവെളിച്ചത്തിന്റെ മുഖം കാണിക്കണം എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ കമന്റായും പലരും വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജുമായിട്ടും നൽകിയിട്ടുണ്ട്. എന്നാൽ പച്ചവെളിച്ചം ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ മുഖമാണത്. ആ അർത്ഥത്തിലാണ് ആ പ്രോഗ്രാമിനെ പച്ചവെളിച്ചം വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് ഒരു ഇൻട്രോ തുടങ്ങിയിട്ട് ഈ സ്ഥാനാർത്ഥികളുമായും നേതാക്കളുമായിട്ടും പയ്യന്നൂർ ജനസഭയിൽ സംസാരിക്കാതിരുന്നത്. ആ നിർദ്ദേശങ്ങളൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. പച്ചവെളിച്ചം എന്തുകൊണ്ട് മുഖം കാണിച്ചില്ല എന്നതിന്റെ ഉത്തരമായിട്ടാണ് പറയുന്നത്. ജനങ്ങളാണ് സംസാരിക്കുന്നത്, ജനങ്ങളുടെ മുഖമാണ്. അതാണ് എന്റെ ശബ്ദത്തിലൂടെ ജനങ്ങളുടെ മുഖവും ശബ്ദവുമാണ് ആ പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് സഹകരിച്ച പ്രധാനപ്പെട്ട മീഡിയ പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെയും കാര്യങ്ങളും നമ്മൾ അവരുടെ ഒരു സ്നേഹവും നമ്മൾ കാണാതെ ഇരിക്കാൻ വേണ്ടി പാടില്ല. അറിയാലോ നിങ്ങൾക്ക്,
ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ചെലവഴിക്കുന്ന സമയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിനാവശ്യമായ പണച്ചെലവുകൾ ഒക്കെ വരുന്ന സമയത്ത് പച്ചവെളിച്ചം വളരെ കുറച്ച് നമ്മളെ പരസ്യവുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകളെ സമീപിച്ചു. എല്ലാവരും പച്ചവെളിച്ചം വിളിച്ച മുഴുവൻ ആളുകളും അതിനോട് സഹകരിച്ചു. കൂടുതൽ പരസ്യമെടുക്കാനൊന്നും പച്ചവെളിച്ചം തയ്യാറായിട്ടില്ല. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സും ആകൃതി ലോക്സും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ ഒരു പുതിയ രുചി പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സംരംഭമായിട്ടുള്ള ബെസ്റ്റ് ബർഗുമാണ് പച്ചവെളിച്ചത്തിന്റെ മീഡിയ പാർട്ട്നേഴ്സ്. അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ഒരു ലൈവില് വരാനുണ്ടായ ഒരു കാര്യം, നിങ്ങളുടെ കമന്റ്, നിങ്ങൾ ഓരോ 46 വാർഡിലുള്ള പ്രേക്ഷകര്, അവർക്ക് ആ വാർഡിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ ആ പോയിന്റ്, ആ കമന്റ് നോക്കിയിട്ട് ഞാനത് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഇന്നൊരു കമന്റ് ഇന്ന വാർഡിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം. അതോടൊപ്പം തന്നെ പൊതുവായ വിഷയങ്ങളിൽ പച്ചവെളിച്ചം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പച്ചവെളിച്ചം അത്തരം കാര്യങ്ങൾ സ്ഥാനാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ട്, നേതാവിനോട് ചോദിച്ചിട്ടുണ്ട്. പച്ചവെളിച്ചം ഒരുപാട് വാർത്തകൾ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ സമ്മതരായ ആളുകളെ, കാര്യപ്രാപ്തിയുള്ള ആളുകളെ, വികസന കാഴ്ചപ്പാടുള്ള ആളുകളെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ അവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണം, പെട്ടിതൂക്കികളെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം, ഒരു വാർത്ത മുന്നോട്ട് വെച്ചിരുന്നു. നല്ല രീതിയിലുള്ള കമന്റുകളും അതുപോലെ തന്നെ ലൈക്കും പിന്തുണയുമാണ് അതിന് കിട്ടിയത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രചരണമായിട്ട് പച്ചവെളിച്ചം ഏറ്റെടുത്തത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പണക്കൊഴുപ്പ് ഒഴിവാക്കണം. പരമ്പരാഗത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഉപാധികൾ, ബോർഡുകൾ, അതുപോലെ തന്നെ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ചുമരെഴുത്ത്, അങ്ങനെ ഒരുപാട് പണച്ചെലവുള്ള ചില തെരഞ്ഞെടുപ്പ് പണക്കൊഴുപ്പിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരുപാട് കട്ടൗട്ടുകൾ വെക്കുക. ബോർഡുകൾ വെക്കണ്ട, പോസ്റ്റർ അടിക്കണ്ട, ചുമരെഴുതണ്ട എന്നതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ വലിയൊരു പൈസ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒഴുക്കാൻ വേണ്ടി പാടില്ല. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമാണ്. പണം സ്വരൂപിക്കുക രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികളിൽ നിന്ന്, വ്യവസായികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നുമാണ്. ഒരുപാട് ആളുകൾ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് പണക്കൊഴുപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പച്ചവെളിച്ചം അത്തരം ഒരു നിർദ്ദേശം വെച്ചത്. അതിനോടും നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ പച്ചവെളിച്ചം വെച്ച അത് 2 തരത്തിലാണ് ആളുകൾ അതിനെ എടുത്തത്. വളരെ ചുരുക്കം ആളുകൾ സ്ഥാനാർത്ഥി പട്ടിക ഒക്കെ പ്രഖ്യാപിക്കാൻ LDF ഇന്നവരെ നിർത്തണം, UDF ഇന്നവരെ നിർത്തണം, അതുപോലെ തന്നെ BJP ഇന്ന ആളുകളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചവെളിച്ചം ചില വാർത്തകൾ ഫോട്ടോ സഹിതം നൽകിയിരുന്നു. അതിന് മഹാഭൂരിപക്ഷം അതിനനുകൂലമായിട്ടുള്ള കമന്റും അതുപോലെ തന്നെ ലൈക്കും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ അതിനനുകൂലമായിരുന്നു. എന്നാൽ ചിലരൊക്കെ FBയിലൊക്കെ പച്ചവെളിച്ചത്തെ അപഹസിക്കുന്ന രീതിയിലൊക്കെ ചില 1-2 ആളുകൾ അങ്ങനെയൊക്കെ ആരാ ഇത് പറയാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വാർത്തയൊക്കെ നൽകിയതായിട്ട് പറഞ്ഞു. അതൊക്കെ അവഗണിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ മാധ്യമം, പച്ചവെളിച്ചൊരു മാധ്യമമാണ്. ഒരു മാധ്യമത്തിന് എന്തൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനാപരമായിട്ട് അവകാശമുണ്ടോ, അധികാരമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ അത് അതേപോലെ നിർവഹിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അതിനുള്ള ധൈര്യം എനിക്കുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നതിനോടൊന്നും വിയോജിപ്പില്ല എന്ന കാര്യവും വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. എനിക്ക് അഭിപ്രായം പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാം. അത് സഭ്യതയുടെ അതിർവരമ്പ് കടന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളെ, അതുപോലെ മുഖമില്ലാത്ത ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളെ അപഹസിക്കലിനെ പച്ചവെളിച്ച അതേ നാണയത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ അങ്ങനെയുള്ള നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയം ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത്, മുഖം നോക്കാതെ പറയുന്ന സമയത്ത്, ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചില ആളുകൾ അപഹസിക്കാൻ വന്നാൽ അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും.
അവരെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിലൊരു ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് പച്ച വെളിച്ചത്തിന് എതിരായിട്ടുള്ള കമന്റ് പറയുന്ന സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കാതെ പറയുന്നവരൊക്കെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത പല ആളുകളെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുന്ന സമയത്ത് അസ്വസ്ഥരാവുക, തെറി വിളിക്കുക എന്നുള്ള സമീപനം ഉണ്ടായതുകൊണ്ടാണ് അത്തരം സമീപനം സ്വീകരിച്ചത്. അത്തരക്കാർ പച്ചവെളിച്ച ഇപ്പോൾ ടേക്കപ്പ് ചെയ്തിട്ടുള്ള വലിയ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് കണ്ടിട്ട് നമ്മളെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണം, നിങ്ങൾ ആ ബ്ലോക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ നമ്മളോട് വളരെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം സമീപനത്തോട് ഞാനിപ്പോഴും അത് പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാനൊക്കെ ഒരു ഒരാളുടെ ആത്മാർത്ഥമായ സമീപനത്തെ അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പൊതു ആവശ്യത്തിന് വേണ്ടി അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ ഒരിക്കലും ഞാനൊന്നും അപഹസിക്കാറില്ല. എന്നെ തെറി വിളിച്ചാൽ ഞാൻ പച്ച തെറി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതൊക്കെ മാറ്റേണ്ടത് ആയിട്ടുണ്ട്. തെറി വിളിക്കുന്നവർ നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ വിളിക്കുന്ന തെറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും. അങ്ങനെയുള്ള ചില മാനസിക രോഗികള്, മുഖമില്ലാത്ത ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പൂണ്ട് വിളയാടുന്നുണ്ട്. അത്തരക്കാരോട് ആ രീതിയിൽ തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം തയ്യാറാവുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നമ്മുടെ പ്രേംജി രാമന്തളി എന്ന് പറയുന്ന ആള് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇലക്ഷനിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട, ഞാൻ ഇലക്ഷനിലെ വിഷയങ്ങള്, ജനകീയ വിഷയങ്ങള് ഈ ലൈവിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയേണ്ടതൊക്കെ പലപ്പോഴായിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചോദിക്കേണ്ടതൊക്കെ സ്ഥാനാർത്ഥികളോടും അതോടൊപ്പം തന്നെ നേതാക്കളോടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ പറയാൻ ഞാൻ ഈ ലൈവ് ഉദ്ദേശിക്കുന്നില്ല. ഈ ലൈവ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് ആളുകൾ പല എനിക്ക് പേഴ്സണലായിട്ട് ചില അഭിപ്രായങ്ങൾ, പയ്യന്നൂരിന്റെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ പുതിയ ഭരണാധികാരികൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാതെ പോയത്, പയ്യന്നൂരിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ വാർത്തയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എന്നെ നേരിട്ട് കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെസ്സഞ്ചറിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാട്സപ്പിൽ സന്ദേശം നൽകിയിട്ടുണ്ട്. അവരൊക്കെ കാരണം ജനാധിപത്യ പ്രക്രിയയിലെ രാഷ്ട്രീയ പാർട്ടികള്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികള്, അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഉള്ളതിനേക്കാൾ പ്രാധാന്യം ഉള്ളത് ജനാധിപത്യത്തില് നമ്മുടെ വോട്ടർമാർക്കാണ്. വോട്ടർമാരാണ് അവസാനത്തെ വാക്ക് എന്ന കാര്യം, അത് ഓരോ വോട്ടും അത്രത്തോളം അമൂല്യമാണ് എന്നുള്ള ബോധ്യം വോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സുരേഷ് മാരാർ പറഞ്ഞിട്ടുണ്ട്, BP സുഭാഷ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം RSPയുടെ നേതാവാണ്, അദ്ദേഹം ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് മാരാർ പറഞ്ഞത്, വാർഡ് 7 ജൽ ജീവൻ കുടിവെള്ള പദ്ധതി ഇതുവരെയായിട്ടും നടപ്പിൽ വന്നില്ല, അടുത്തെങ്ങാനും അത് നിലവിൽ വരുമോ? കൂടാതെ പെരുന്തണ്ണിയൂർ അമ്പലം റോഡ് ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്, അതിന്റെ കാര്യം ഈ വർഷം ശരിയാകുമോ? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കുടിവെള്ളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമാണ്. നമ്മുടെ നഗരസഭ പല വാർഡുകളിലും, ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾക്കൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന ആളുകളാണ്. നമ്മുടെ അവിടെയൊക്കെ കുടിവെള്ളത്തിന്റെ പൈപ്പൊക്കെ അവര് ഇവിടെ വലിച്ചു തന്നിട്ടുണ്ട്. അതിനൊന്നും പൈസ ഒന്നും മേടിച്ചിട്ടില്ല. വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് അതിന് മന്ത്ലി പൈസ കൊടുക്കണം. അതുപോലെ തന്നെ കുടിവെള്ളം വലിയ വിഷയമാണ്. ശുദ്ധമായ വെള്ളം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് വാർഡ് 7 സ്ഥാനാർത്ഥികളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായിട്ട് ഈ വിഷയം ശ്രദ്ധിക്കണം. അവിടെ കുടിവെള്ള പദ്ധതി ഇതുവരെയായിട്ടും നടപ്പിൽ വന്നില്ല, അടുത്തെങ്ങാനും അത് വരുമോ? അതിന് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥികള് അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്, LDF, UDF, BJP സ്ഥാനാർത്ഥികൾ ഈ വിഷയം ഗൗരവത്തിൽ കാണാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ പെരുന്തണ്ണിയൂർ അമ്പലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതിന്റെ റോഡ് ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ശരിയാക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് സുരേഷ് മാരാർ എന്ന് പറയുന്ന ബഹുമാന്യനായ പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പറയുന്ന ഓരോ കമന്റുകളും ഞാൻ എടുത്തു പറയും. അതോടൊപ്പം തന്നെ പുതിയ ഭരണസമിതിക്ക് അതൊക്കെ ഞാൻ കൊടുക്കാനും തയ്യാറാവും.
ഇതൊക്കെ ഇതിൽ പറഞ്ഞ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഇലക്ഷൻ പ്രക്രിയയെ പച്ചവെളിച്ചം നോക്കിക്കാണുന്നത്. കാരണം ഒരു നാട്ടിലെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നവർ തയ്യാറാവണം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ കൗൺസിലർമാരും തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരും പാർട്ടി ഭേദമന്യേ പച്ചവെളിച്ചത്തിന്റെ പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന പുതിയ സെഗ്മെന്റിൽ വരും. ഇതൊരു ജനസഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ സഭയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുക, ജനങ്ങളാണ് അതിൽ സംവദിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ സമീർ പി എന്ന് പറയുന്ന പച്ചവെളിച്ചത്തിന്റെ ഒരു പ്രേക്ഷകൻ ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് എന്ന് തിരിച്ചു പറയുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തായാലും ഇവിടെ കുറിക്കുക. ആ കുറിക്കുന്ന ആവശ്യങ്ങൾ വി പി സുഭാഷ് എന്ന് പറയുന്ന VP സുഭാഷ് എനിക്ക് അടുത്തറിയുന്ന ഒരാളാണ്. ഓട്ടോ റിക്ഷ സ്റ്റാൻഡ് നിജപ്പെടുത്തി ഒരു സ്റ്റാൻഡ് ആക്കുക. ഇപ്പോൾ എല്ലാ സ്ഥലവും ഓട്ടോ സ്റ്റാൻഡിന് തീരെഴുതി കൊടുത്തതുപോലെയാണ് ഉള്ളത്. ഇതിനൊരു പരിഹാരം വേണം. ഒരു നഗരത്തെ ക്രമപ്പെടുത്തുക, ഒരു നഗരത്തെ ആധുനികവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ തോന്നുന്ന സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്ന ആ സംവിധാനത്തോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ട് നഗര ഭരണാധികാരികൾ ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടി കാണാനും, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഓട്ടോറിക്ഷക്കാരെ നമ്മൾ ഒരു 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ അവർക്ക് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു വാർത്ത നൽകിയാൽ ഒരുപാട് ആളുകൾ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് കമന്റുമായിട്ട് വരും. എനിക്ക് വളരെ അടുത്തറിയുന്ന, വളരെ ചെറിയ കാലം മുതൽ ഞാൻ ടൗണിൽ ജീവിച്ച ഒരാളാണ്. ചെറിയ കാലം മുതൽ ഞാൻ ഓട്ടോറിക്ഷക്കാര്, ദിനേശ് പിടി തൊഴിലാളികൾ, ചുമട്ടുകാര്, അതുപോലെ തന്നെ ബസ് തൊഴിലാളികൾ, അങ്ങനെ അടിസ്ഥാനപരമായ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു കുട്ടിക്കാലവും യൗവന കാലഘട്ടമാണ് എൻ്റെത്. ഇന്നും എനിക്ക് ആ മേഖലകളിൽ പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ചില നിലപാടുകൾ അവരുടെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്ത് ആരാ ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനാ ചോദ്യം ചെയ്യും. എന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും ഞാൻ പഠിക്കാൻ തയ്യാറല്ല. ഞാൻ അവരുടെ കൂടെയാണ്. അടിസ്ഥാന തൊഴിലാളി എന്ന രീതിയിൽ സുഭാഷ് പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ സെൻട്രൽ ജംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇന്നത്തെ ഈ രീതിയിലുള്ള സംവിധാനമായിരിക്കില്ല അവിടെ ഉണ്ടാവുക. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും. അങ്ങനെ ഓട്ടോറിക്ഷക്കാർക്ക് പിന്നെ സ്റ്റാൻഡുകൾ ഔദ്യോഗികമായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ പയ്യന്നൂരിൽ ഔദ്യോഗികമായ ഒരു സ്റ്റാൻഡാണ്, ബാക്കിയൊക്കെ അനധികൃതമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത് ഭരണാധികാരികൾക്കറിയാം, പച്ചവെളിച്ചത്തിന് അറിയാം, ഓട്ടോറിക്ഷക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പുതിയ ഭരണ സംവിധാനത്തിൽ ഇവിടെ അത്തരം പിന്നെ ഓട്ടോകൾക്ക് നിയമപരമായ പാർക്കിംഗ് സംവിധാനം വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. കമന്റുകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് പറയും. UDF പ്രധാനപ്പെട്ട ഞാൻ പച്ചവെളിച്ചം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ പലരും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുണ്ട്. പച്ചവെളിച്ചം BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള രീതിയിൽ അത്രത്തോളം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ UDFന്റെ ഇന്ന് അവരൊക്കെ മത്സരിക്കണം. AP നാരായണൻ മത്സരിക്കണം, അതുപോലെ തന്നെ കച്ചേരി രമേശൻ മത്സരിക്കണം, DK ഗോവിന്ദനാഥ് മത്സരിക്കണം, അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കണം എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എന്നാൽ UDFന്റെ പല നേതാക്കന്മാരും മത്സര രംഗത്തുണ്ടായിട്ടില്ല എന്നത് ഉള്ള ഒരു വസ്തുതയാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് AP നാരായണനോട് ചോദിച്ച സമയത്ത് അയാൾ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരും. മനോഹരൻ കണ്ടോത്ത് പറഞ്ഞത് കോത്തായി മുക്ക് മുതൽ പെരുമ്പ വരെ ഡിവൈഡർ സ്ഥാപിക്കുക, NH യാത്ര സുഖകരമാകും. നമ്മളെ പുതിയ പിന്നെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ ടൗണ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മളെല്ലാവരും സിംഗിളായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പോലും കാർ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും
ഞാനടക്കമുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ ചില കാര്യങ്ങൾ ഒറ്റക്ക് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു 2 വീലർ പോകുക, അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കാം. നമ്മളെല്ലാവരും ഒറ്റക്ക് പോകുന്ന സമയത്ത് കാറിൽ പോകും. അത് കംഫർട്ടാണ് എന്നൊക്കെ നമുക്കറിയാം. ചിലവർക്ക് അത് വലിയ ഹോബിയാണ് ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യന്നൂർ ടൗണിൽ വളരെ തിരക്കാണ്. ഏകദേശം പുതിയ പെരുമ്പ മുതൽ പയ്യന്നൂർ BKM ജംഗ്ഷൻ വരെ ബ്ലോക്കാണ്. ആ ബ്ലോക്കിനെ കുറിച്ചൊക്കെ കൃത്യമായി വാർത്ത നൽകിയ ഒരു മാധ്യമമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക് പയ്യന്നൂർ ടൗണിനെ കൊല്ലുകയാണ്. അവിടുത്തെ കച്ചവടം ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അത് ബഹുമാനപ്പെട്ട MLA കൊണ്ടുവരുന്ന ടൗൺ ജംഗ്ഷനോടുകൂടി അതിനൊക്കെ പരിഹാരം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് ക്രിയാത്മകമായി ഇടപെടാൻ വേണ്ടി ചേംബർ എന്ന് പറയുന്ന സംവിധാനം ഇതുവരെ അതിനനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചപ്പെട്ടു. അവർക്ക് ഈ കച്ചവടക്കാരുടെ പ്രശ്നങ്ങളോടൊന്നുമല്ല താല്പര്യം, അവർക്ക് വേറെ എന്തെല്ലോ ആണ് താല്പര്യം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും ഇപ്പം ഏതായാലും കടക്കുന്നില്ല. ഇപ്പോൾ പയ്യന്നൂർ ടൗണിന്റെ കച്ചവടം എന്ന് പറയുന്നത്, പയ്യന്നൂർ കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് പെരുമ്പ മുതൽ കോത്തായിമുക്ക് വരെ ടൗൺ ആയിട്ട് വികസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേളോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. രാത്രി കാലത്ത് ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബ് എന്നുള്ള രീതിയിൽ അവിടെ മാറിയിട്ടുണ്ട്. വലിയ തിരക്കാണ്. ഫാമിലി ആയിട്ട് അവിടെയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ നമ്മുടെ വ്യാപാരം മെച്ചപ്പെടുത്തും. അതിൻ്റെതായ ചില വിഷയങ്ങളും ഉണ്ട്. എല്ലാത്തിനും ഗുണവും ദോഷവും ഉള്ളതുപോലെ തന്നെ അതിന് ദോഷങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയം അത് ഇപ്പം പുതിയ നമ്മുടെ NH വരുന്നതോടുകൂടി, നാഷണൽ ഹൈവേ വരുന്നതോടുകൂടിയിട്ട് ഈ പറയുന്ന ഒരു വിഷയം ഏകദേശം പരിഹരിക്കപ്പെടും. ഇത് ഒരു പൈതൃക റോഡായിട്ടോ അല്ലെങ്കിൽ ഒരു കച്ചവട കേന്ദ്രമായിട്ടോ ഇതിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നഗരഭരണാധികാരികൾ തയ്യാറാവണം. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ പച്ചക്കറിയൊക്കെ വെക്കുന്നുണ്ട്. പച്ചക്കറിക്ക് എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ ടൗണിലുള്ള അതേ വിലയാണ്. അതൊക്കെ ഹോൾസെയിൽ കച്ചവടക്കാർ അവർക്ക് 11 മണിക്കൊക്കെ കച്ചവടം ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സാധനങ്ങൾ അവിടെ അവരുടെ ഏജന്റായ ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട്, അവരൊക്കെ പാവങ്ങളായ ആളുകളാണ്, അവരെ കൊണ്ട് ഇരുത്തിയിട്ടാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. നമ്മൾ അതിൽ പരിശോധിക്കേണ്ട കാര്യം എന്നാണ്, അവിടെ ചോദിച്ചിട്ട് സാധനത്തിന്റെ വില നോക്കുക. പയ്യന്നൂർ നമുക്ക് പൊതുവെ വില കൂടുതലാണ്, അതിനോട് അനുസരിച്ചുള്ള വില തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നമ്മുടെ ടൗണ് വികസിച്ച് ഇപ്പം നമ്മുടെ കേളോത്ത് എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പ മുതൽ കോത്തായിമുക്ക് വരെയുള്ള സ്ഥലമില്ലേ, അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അത് ഒരു സ്റ്റാള് പോലെ അല്ലെങ്കിൽ ഒരു നഗരസഭ എടുക്കണം. ഇപ്പൊ അനിൽകുമാർ പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ടേൺ എടുക്കുന്നതിനെ കുറിച്ച് പച്ചക്ക് എന്താണ് പറയാനുള്ളത്? അത് മോശം തന്നെയാണ്. അത് പച്ച വിളിച്ചു വിട്ടാലും തെറ്റാണ്. എന്നിട്ട് എല്ലാവരും ചേർന്ന് കാക്കകളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു. അതൊരു ശരിയായ നടപടിയല്ല. റോഡ് നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം. പലപ്പോഴും നമ്മളൊക്കെ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇത്തരം റൂളുകൾ കൃത്യമായി പാലിക്കാത്തവരാണ്. ഞാനടക്കം അത് പാലിക്കുന്നില്ല എന്ന ഒരു സ്വയം വിമർശനം എനിക്കുണ്ട്. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. ടേൺ എടുക്കുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഡിവൈഡർ വെച്ചിട്ട് സെൻട്രൽ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ ഡിവൈഡർ വെച്ചിട്ട് അവിടുന്ന് ഒരു വാഹനങ്ങൾക്കും ടേൺ എടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം അനിൽകുമാർ പെരിച്ചാൽ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. BP സുഭാഷ് മറ്റൊരു കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ ഉള്ളിലുള്ള ടോയ്ലറ്റ് ബസ് കാത്തിരിപ്പ് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം മൂക്ക് പത്താതെ അതുവഴി നടന്ന് വന്ന് ബസ്സിൽ കയറാനോ കാത്തിരിക്കാനോ കഴിയുന്ന അതിനൊരു പരിഹാരം വേണം. നമ്മുടെ പയ്യന്നൂരിലെ ടോയ്ലറ്റ് വിഷയം വളരെ പ്രശ്നമുള്ളതാണ്. നമ്മുടെ പയ്യന്നൂരിലെ പല സ്ഥാപനങ്ങൾക്കും സ്വന്തമായ ടോയ്ലറ്റ് ഇല്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, പയ്യന്നൂരിൽ എന്നോട് പലപ്പോഴും, ഞാൻ ആ വിഷയം ടേക്കപ്പ് ചെയ്താണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെ ചില ആളുകൾക്ക് മൂത്ര സംബന്ധമായ ചില വിഷയങ്ങളൊക്കെയുള്ള ആളുകൾ 5 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ദിവസം എത്ര പൈസ കൊടുക്കണം? നമ്മൾ ആലോചിച്ച് നോക്കുക. എന്താണ് ആ സ്ഥാപനത്തിൽ ടോയ്ലറ്റ് ഇല്ല? പയ്യന്നൂരിൽ എത്ര സ്ഥാപനത്തിൽ മതിയായ ടോയ്ലറ്റ് സൗകര്യമുണ്ട്? കച്ചവട സ്ഥാപനങ്ങളിൽ എത്ര ടോയ്ലറ്റ് സൗകര്യമുണ്ട്? പുതുതായിട്ട് എടുക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ പോലും ടോയ്ലറ്റ് സൗകര്യമില്ല. അതുകൊണ്ട് അതിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഒരു ഘട്ടത്തിൽ അതിന്റെ നിറഞ്ഞ് ഒഴുകി മലമടക്കമുള്ള വെള്ളം
ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകുന്ന സമയത്ത് പച്ച വെളിച്ചത്തെ പലരും വിളിച്ചു. നമ്മൾ അറിയാലോ, എന്ത് വിഷയമുണ്ടായാലും പച്ച വെളിച്ചം ആ വിഷയം ജനകീയ വിഷയമാണ്, അത് ഏറ്റെടുക്കുന്നത് കൊണ്ട് എല്ലാവരും പച്ച വെളിച്ചത്തെ വിളിക്കും. പല ഗോളുകളോടും പിന്തുടർന്നുകൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഒറ്റയാൾ പട്ടാളമാണ് പച്ച വെളിച്ചം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പലരുടെയും വിഷയങ്ങൾ അതിൽ ഞാൻ നമ്മുടെ മുന്നിലെത്തുന്ന പ്രേക്ഷകർ വിളിച്ചു പറയുന്ന, ജനങ്ങൾ വിളിച്ചു പറയുന്ന ചില വിഷയങ്ങൾ പച്ച വെളിച്ചം വളരെ ഗൗരവത്തോടു കൂടി അത് സോർട്ട് ചെയ്യും. അതിൽ ഏറ്റവും പെട്ടെന്ന് ഇടപെടേണ്ട ചില വിഷയങ്ങളിൽ ഇടപെടും. അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BP സുഭാഷ് എന്ന് പറയുന്ന RSPയുടെ നേതാവ് പറഞ്ഞിട്ടുള്ള ആ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതിന് നമ്മുടെ പുതിയ ഭരണ സംവിധാനം, പുതിയ ഭരണാധികാരികൾ നല്ല ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണം. നമ്മൾക്കറിയാലോ, പയ്യന്നൂരിലെ പഴയ കാർ സ്റ്റാൻഡ് ഉണ്ട്. നമുക്കറിയില്ല, പണ്ട് മാർക്കറ്റൊക്കെ ഉണ്ടായ സ്ഥലത്ത് കാർ സ്റ്റാൻഡ്, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് പൂട്ടിയിട്ടിട്ടാണുള്ളത്. എത്ര വാർത്ത ചെയ്തു. എല്ലാം ബദിരകരണങ്ങളിലാണ് പതിച്ചിട്ടുള്ളത്. മതിയായ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവണം. പയ്യന്നൂർ നഗരസഭ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്, അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്കില്, അതുപോലെ തന്നെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലൊക്കെ അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കണം. നമ്മളും അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സ്നിതിൽ കുമാർ, വൃത്തിയും വെടിപ്പുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്തായാലും വേണം. അത് വൃത്തിയായി കൊണ്ട് നടക്കാനും നാട്ടുകാർ തയ്യാറാവണം. കറക്റ്റാണ്. സ്നിതിൽ കുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റിൽ പോവും, വൃത്തിയായിട്ട് വെള്ളം ഒഴിക്കൂല. നമ്മൾ ടോയ്ലറ്റിൽ പോവും, എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഞാനിതിപ്പം പറയുന്നില്ല, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പൊതുസ്ഥാപനത്തിന്റെ ടോയ്ലറ്റ് വേസ്റ്റ് ടാങ്ക് ബ്ലോക്കായി. ആ ബ്ലോക്കായ സമയത്ത്, ഞാൻ പേര് പറയുന്നില്ല, അത് ബോധപൂർവ്വം ഇപ്പം പറയാത്തതാണ്. അതിൽ അവസാനം വെള്ളം പോവാണ്ട് ടോയ്ലറ്റ് എല്ലാം ബ്ലോക്കായ സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരുപാട് കോണ്ടം അതിൽ തള്ളിയിട്ടുണ്ട്. എന്താണ് അവിടെയൊക്കെ അത്തരം വിഷയങ്ങൾ എന്നൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്തും ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പോലെ എന്ത് സാധനങ്ങളും ടോയ്ലറ്റിൽ ഇടും. അതുപോലെ തന്നെ പാഡുകൾ നമ്മുടെ അവിടെ തള്ളും. അത് നമ്മളും നമ്മുടെ ടോയ്ലറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, നമ്മൾ വീട്ടിലെ ടോയ്ലറ്റ് നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കാറില്ലേ? നമ്മൾ അതിൽ അങ്ങനെ ചെയ്യുമോ? ഇത്തരം സാധനങ്ങൾ നമ്മൾ അതിൽ വലിച്ചു ചാടുമോ? ഇല്ലല്ലോ, ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു പബ്ലിക് യൂട്ടിലിറ്റി ആയി ഉള്ള ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ അത് വൃത്തിയായിട്ട് നിലനിർത്താൻ അത് നഗരസഭയടക്കമുള്ള സംവിധാനങ്ങളും തയ്യാറാവണം എന്നതാണ് പറയാനുള്ളത്. നമുക്കൊരു പുതിയ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ള കാര്യത്തിലും നമ്മൾ തയ്യാറാവണം. മൂത്രപ്പുര ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് പോയിട്ട് നമ്മൾ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു സമീപനം ഉണ്ട് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. അനിൽകുമാർ പെരിച്ചാൽ പറഞ്ഞത്, പച്ച ഒറ്റയ്ക്കല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്താൽ ഞങ്ങൾ മുൻപിലുണ്ട്. എന്താ സംശയം? നിങ്ങളൊക്കെയാണല്ലോ നമ്മുടെ കരുത്ത്. നമ്മളെ വലിയ തടിയോ അതുപോലെ തന്നെ ഒരു ഭീമാകാരനായ ഒരു ശരീരമുള്ള ഒരാളൊന്നും അല്ല പച്ച വെളിച്ചം, മെലിഞ്ഞ് ആളാണ്. അതുകൊണ്ട് നല്ല ധൈര്യമുണ്ട്. അത് ജീവിത അനുഭവങ്ങൾ, ചെറിയ കാലഘട്ടം മുതൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ അതൊക്കെ നേരിട്ട് അതിനോട് പടപൊരുതി വിജയിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം എൻ്റെ 10ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം പറയും. അത് എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എനിക്ക് അനാഥത്വം അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്നെ ആ രീതിയിൽ സംരക്ഷിക്കാനോ എന്നെയും എൻ്റെ സഹോദരങ്ങൾ ആ രീതിയിൽ നോക്കാനോ നമ്മൾ ചെയ്യേണ്ടുന്ന ബന്ധുക്കളുടെ ഭാഗത്ത് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലാതെ ആയ സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വന്ന ഒരാളാണ്. അതൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടം എനിക്ക് കരുത്തുണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ഒരിക്കലും പതറിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധികളെ ഇന്ധനമായി എടുക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം എന്നാണ് അതുമായിട്ട് പറയാനുള്ളത്. ഞാൻ ജനകീയ വിഷയങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളോടും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ കണ്ടു 30,000 മുകളിലും 40,000 മുകളിലും ഒക്കെ വീഡിയോ കണ്ട പ്രേക്ഷകരുണ്ട്.
ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചവെളിച്ചത്തിൻ്റെ പിന്നെ പയ്യന്നൂർ ജനസഭയിലെ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള മുഖാമുഖവും നേതാവിനൊക്കെ ഒപ്പമുള്ള മുഖാമുഖത്തിലൊക്കെ ഞാൻ ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ മുഖം നോക്കിയിട്ടല്ല ആ ചോദ്യം ചോദിച്ചത്. അത് ചോദിക്കേണ്ടതാണ്. അത് ചോദിക്കാൻ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നതാണ് ചില ആളുകൾ വളമായിട്ടെടുക്കുന്നത്. ഞാൻ എല്ലാ കാലത്തും ചെറിയ കാലഘട്ടം മുതൽ ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ്. ഒരു ചോദ്യവും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. എൻ്റെ അമ്മ അത് ചോദിച്ചിട്ടില്ലല്ലോ, അത് എനിക്ക് ഇന്നും അതിൽ അഭിമാനമേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ പ്രസ്ഥാനത്തെ, ഞാൻ ഇടപെടുന്ന സംവിധാനത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവൻ ആരാ ഇങ്ങനെ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അതിനെ കണ്ട ചില സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ കാണാതിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു പൊതുരംഗത്ത് നിന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വെടിമാറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശിവാനന്ദ പ്രഭു, എൻ്റെ വിദ്യാർത്ഥിയും കൂടിയാണ് ശിവാനന്ദ പ്രഭു. അദ്ദേഹം പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഹായ് ശിവാനന്ദ പ്രഭു, സ്നേഹം. ശിവാനന്ദ പ്രഭു ഞാൻ ഇന്നും കൂടെ കണ്ടിന് പിന്നെ ടൗണിൽ വെച്ചിട്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ട സമയത്ത് ലൈവ് ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. എനിക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു 10 ആൾ 20 ആളോ വിളിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ പച്ചവെളിച്ചത്തിന് ചില ഗ്രൂപ്പുകളുണ്ട്, അതിൽ ഇങ്ങനൊരു ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയും, അല്ലാതെ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം പ്രേക്ഷകരെത്തും. പ്രേക്ഷകർ പച്ചവെളിച്ചത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അത് പച്ചവെളിച്ചമെടുത്ത നിലപാടാണ്, അത് ജനപക്ഷ നിലപാടാണ്. അതിൽ രാഷ്ട്രീയമോ മുഖമോ ഒന്നുമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും എൻ്റെ പ്രേക്ഷകർക്കില്ല. ചില ആളുകൾക്ക് പിന്നെ പറയും, ഞാൻ പിന്നെ അതിനെ അങ്ങനെയാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇതിനെ ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പിന്നെ സർക്കാർ പിന്നെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ പിന്നെ നമ്മുടെ പിന്നെ സ്വകാര്യ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ വേണ്ടി എത്തിയ ഒരു കോടാളിയാണ് എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറയുന്നു. അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ? അല്ല. ഞാൻ ഏറ്റവും ശക്തമായിട്ട് ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിലപാടെടുത്ത ഒരാളാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ എത്ര വീഡിയോ ആണ് ജനങ്ങൾക്ക് ചികിത്സിക്കാൻ പയ്യന്നൂർ ഡോക്ടറിൽ, ഒരുപാട് ആശുപത്രിയുണ്ട്, ഡോക്ടർമാരുണ്ട്. ഞായറാഴ്ച ലീവ്, രാത്രിയിൽ ലീവ്, അതുപോലെ തന്നെ നെഞ്ഞു വേദന വന്ന ചാവുക, ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മോർച്ചറിയിൽ കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതിയിലുള്ള സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന കാര്യം ആർക്കാണ് അറിയാൻ വേണ്ടി പറ്റാത്തത്? എത്ര എന്നോട് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജനനേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, പച്ചവെളിച്ചം ആരോഗ്യരംഗത്ത് നടത്തുന്ന ഇടപെടലുകൾ ഏറ്റവും നല്ലതാണ്. എന്നെ വിമർശിച്ചവരുമുണ്ട്. ഞാൻ താലൂക്ക് ആശുപത്രിയെ ഇല്ല ഡോക്ടർമാരെ അതുപോലെ തന്നെ ആശുപത്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു, അതുപോലെ തന്നെ അവരെ പിന്നെ വിഷമിപ്പിക്കുന്നു. അവർക്ക് വിഷമമുണ്ട്, അവർ വിഷമിക്കണം. ജനപക്ഷ നിലപാട് സ്വീകരിക്കാത്ത നമ്മൾ അല്ല ഒരു അധ്യാപകൻ, അതുപോലെ തന്നെ ഒരു ഡോക്ടർ, ഒരു പിന്നെ ലോയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സവിശേഷമായ സ്ഥാനവും അതുപോലെ പദവിയും ഉള്ള ആളുകളാണ്. അവര് വളരെ ഗൗരവപ്പെട്ട ആളുകളാണ്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പൈസ എത്രയുണ്ട്? പൊതുപണം എത്ര പൈസ ചിലവഴിക്കുന്നുണ്ട് ഒരാളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? വീട്ടുകാരോടെ പിന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ്. നിങ്ങൾ പിന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ച, PG വരെ പഠിച്ച, അതുപോലെ തന്നെ നിങ്ങൾ ചില സമയത്ത് ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ പഠിക്കുന്നതെങ്കിൽ അതിന് MBBS കാശെത്ര? അതുപോലെ തന്നെ നിങ്ങൾ PG പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോട്ടയിലാണെങ്കിൽ അതിന് ചെലവഴിക്കുന്ന കാശ് എത്രയാണ്? അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത നിർബന്ധമായിട്ടും വേണ്ടവരാണ് ഡോക്ടർമാര്. അവരെ നമ്മൾ ദൈവസമാനരായിട്ട് കാണുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് തുടരും എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. രാജേഷ് എടത്തട്ട എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പച്ചവെളിച്ചത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. അദ്ദേഹം പച്ചവെളിച്ചത്തിന്റെ എല്ലാ പിന്നെ വാർത്തകൾക്കും കമന്റും ലൈക്കും ഒക്കെ നൽകുന്ന ആളാണ്. കൃത്യമായിട്ട് പച്ചവെളിച്ചത്തെ വിശകലനം ചെയ്യുന്ന ഒരു മാന്യ പ്രേക്ഷകനാണ്. അദ്ദേഹത്തിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഹായ് രാജേഷ്, എന്നെക്കാൾ പ്രായമുള്ള ആളാണെന്ന് എനിക്കറിയില്ല. എനിക്ക് 57 വയസ്സായി.
എന്നാലും പറയുന്നത് മനസ്സിലായില്ലേ? അത് പറഞ്ഞു ഹരിഗോവിന്ദ് CP, തെരുവുനായ പ്രശ്നം ഏതാനും വ്യക്തികളുടെ ഉത്തരവാദിത്വം മുനിസിപ്പൽ ഭരണസഭ ഉദ്യോഗസ്ഥരും നോക്കുകുത്തി. ആ വിഷയം എനിക്ക് നന്നായിട്ട്, ഈ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന CP എന്ന് പറയുന്ന ആള്, ഞാനടക്കമുള്ള ആളുകള്, അതുപോലെ തന്നെ നഗരസഭയും, അതുപോലെ തന്നെ ആരെങ്കിലും, ഞാൻ ഇത്തരം വിഷയങ്ങൾ തെരുവുനായുമായി ബന്ധപ്പെട്ടിട്ട്, ഈ വളർത്തുനായയെ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വലിയ പൈസ ചെലവാക്കിയ ഒരാളാണ്. പച്ച വെളിച്ചത്തിന്റെ തുടക്കത്തിൽ ഒരു വളർത്തുനായയെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് തള്ളിയതിന്റെ ഫലമായിട്ട് 10-20,000 രൂപ അതിന്റെ ചികിത്സക്കും തുടർ ചികിത്സക്കും ഒക്കെ ആയിട്ട് വിനിയോഗിച്ച വ്യക്തിയാണ് ഞാൻ. അത് ഞാനൊരു പൈസ വിനിയോഗിച്ചത് കൊണ്ടല്ല പറയുന്നത്. ഞാൻ ഒരു നായ പ്രേമിയായ ഒരാളല്ല, എൻ്റെ വീട്ടിൽ നായയൊന്നുമില്ല. എനിക്ക് നായയോടുള്ള സഹവാസം എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അവർക്ക് സംരക്ഷണം ഉണ്ടാവണം, അവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ തയ്യാറാവണം. മൃഗങ്ങളുടെ കരുണ, ഒരു പട്ടി എത്രത്തോളം അതിന്റെ യജമാനനെ സ്നേഹിക്കുന്നൊക്കെ അറിയാം. തെരുവുനായ വിഷയത്തിൽ എല്ലാവരും, ഞാനടക്കം ഒരു വിഷയം വന്ന് എന്നെ പലയാളും വിളിക്കും. ഞാനൊരു ഇത്തരം വാർത്തകൾ ചെയ്ത ഒരാളെന്ന രീതിയിൽ ഒരു പട്ടി ആടെ വീണിട്ടുണ്ട്, അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ഞാൻ വിളിക്കും ഈ ഹരിഗോവിന്ദ് എന്ന് പറയുന്ന ആളെ, നഗരസഭ വിളിക്കും ഹരിഗോവിന്ദ് എന്ന് പറയുന്ന ആളെ. കാരണം നഗരസഭക്കാണ് ഉത്തരവാദിത്വം. പുതിയ ഭരണസമിതി ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തെരുവുനായ വിഷയം. തെരുവുനായ വിഷയം നമ്മുടെ ടൗണില് തെരുവുനായയുടെ ആധിക്യം വളരെ കൂടുതലാണ്. അത് അങ്ങോട്ടും ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, അതിന്റെ ഫലമായിട്ട് അപകടമുണ്ടാവുന്ന, ആളുകൾ മരിക്കുന്നു എന്നത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. പക്ഷെ ഈ തെരുവുനായകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭക്കുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് തെരുവുനായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുക. അതിനെ കൊല്ലുക എന്നതല്ല, അതിനൊരു ഷെൽട്ടർ ഒരുക്കുക. ഹരിഗോവിന്ദിനെ പോലുള്ള നായ പ്രേമികളായിട്ടുള്ള, മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇത്തരം ചുമതലകൾ കൊടുക്കാൻ നഗരസഭ തയ്യാറാവണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഇതിന്റെ പേരിലുള്ള ഒരു മനുഷ്യനുമാണ്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പച്ചവെളിച്ചം കൊടുക്കും. കാരണം അദ്ദേഹം ഒരു പട്ടിക്ക് എന്തെങ്കിലും വിഷയം സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നായക്ക് പല സ്ഥലത്തും ഭക്ഷണം എത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തെരുവുനായ എന്ന് പറയുന്ന തെരുവ് പട്ടി ആളുകളെ കടിക്കുക, അതിന് ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത്, അത് പട്ടിണി കിടക്കുന്ന സമയത്ത്, അതിന് ദ്രോഹിക്കുന്ന സമയത്ത്, അല്ലാത്ത സമയത്ത് അത് ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ഹരിഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അതിനെ കാണും. കാരണം നമുക്കറിയാം, നമ്മൾ പയ്യന്നൂർ ടൗണിൽ തന്നെ ഞാൻ ഇന്ന് BJPയുടെയോ അതുപോലെ തന്നെ UDFന്റെയോ ഒക്കെ റാലി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ ഐ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മുകുന്ദ ഹോസ്പിറ്റലിന്റെ അതിന് തൊട്ടടുത്ത് ഒരു നായയെ അവിടെ ഉള്ള ആളുകൾ എത്ര നന്നായിട്ടാണ് പരിപാലിക്കുന്നത്. അതിന് നോക്കുന്നതാണ്, അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കുന്നതാണ്. അത് എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരെ കാണുന്നത്. അതുകൊണ്ട് തെരുവ് പട്ടിയെ കല്ലെറിയരുത്, അതിനെ കൊല്ലരുത്, അതിനെ സംരക്ഷിക്കൂ, അതിന് ഭക്ഷണം കൊടുക്കൂ. അതിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നഗരസഭക്കാണ് എന്നുള്ള കാര്യവും ഞാനത് പറയുന്നു. നിങ്ങൾ പറഞ്ഞ വിഷയം പുതിയ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിന് പരിഹാരം കാണാൻ ഹരിഗോവിന്ദന്റെ കൂടെ ഞാനും ഉണ്ടാകും എന്നാണ് അതുമായി. നമുക്കറിയാം, പയ്യന്നൂർ ടൗണിൽ നാരങ്ങ വെക്കുന്ന ബാബുവൊക്കെ നായികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എത്രത്തോളം രൂപയാണ് ചെലവഴിക്കുന്നത്, പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബാബു എത്രത്തോളം രൂപയാണ് ചെലവഴിക്കുന്നത് എന്നതും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ചിലർക്ക് ഇത്തരം മൃഗങ്ങളോട് വലിയ സ്നേഹമാണ്. അത് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ അഹമ്മദ് ബഷീർ ഹലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ അനിയ, അതാണ് ചേട്ടാന്ന് വിളിച്ച അനിയ എന്നുള്ള ഇതിൽ തന്നെ സ്നേഹമാണ് എല്ലാവരോടും, എല്ലാ പ്രിയ പ്രേക്ഷകരോടും സ്നേഹം. അതുപോലെ തന്നെ ഞാൻ UDFന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ സമയത്ത്, കമന്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ ഈ വിഷയത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾക്കറിയാം, ഈ 8 മണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ന്യൂസ് അവർ ഒക്കെ അരങ്ങു വാഴുന്ന സമയമാണ്. കാരണം നമ്മുടെ സിനിമാ നടൻ ദിലീപിനൊക്കെ കുറ്റവിമുക്തനാക്കിയ കാര്യം, അങ്ങനെയുള്ള കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന സമയത്താണ് പച്ച വെളിച്ചത്തിന്റെ ഈ കൊച്ചു മാധ്യമത്തിന്റെ ഒരു ലൈവില് ഒരുപാട് പ്രേക്ഷകർ എത്തിയിട്ട് അവരൊക്കെ അതിന് കമന്റ്
ഇടുന്നു, അവരുടെ പ്രശ്നങ്ങളെ അവർ അറിയിക്കുന്നു. അതൊക്കെ വലിയ അഭിമാനമായിട്ടാണ് കാണുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ള നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷെറിൻ ശശി മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം, CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം DYFIയുടെ നേതാവ് VK നിഷാദ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായിട്ടുള്ള P ശ്യാമള പോലുള്ള വളരെ പ്രമുഖരായ ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഒരുപാട് മുൻ ലോക്കൽ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആശാ വർക്കർമാരും അങ്ങനെയുള്ള ആളുകളും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് അവർക്കുള്ളത്. എന്നാൽ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തുകൊണ്ടോ പല പ്രമുഖരായ നേതാക്കന്മാരും മത്സരത്തിന് ഇറങ്ങിയില്ല. അത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവർക്ക് മത്സരിക്കാൻ ആവശ്യമായ ജനറൽ സീറ്റിന്റെ സാധ്യത കുറവ്. അത്തരം സീറ്റുകൾ ഉള്ള 2 ജനറൽ സീറ്റിൽ അത്തായി പത്മിനിയും അതുപോലെ തന്നെ ശ്രീജയും പോലുള്ള ആളുകൾ മത്സരിക്കുന്നു. അത് അവർ മത്സരിച്ചാലാണ് അവിടെ വിജയ സാധ്യത. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊറോത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ മത്സരിച്ചാൽ അതൊരു മത്സരത്തിന്റെ ഒരു സാധ്യത ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ AP നാരായണനെ പോലുള്ള ആളുകൾ നൽകിയ ഉത്തരം അതിനൊക്കെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതാണ് അവരുടെ നിലപാട്. എന്തായാലും UDF-ഉം നല്ല സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തിയിട്ടുള്ളത്. നമ്മൾക്ക് BJP-യിലും വളരെ കാര്യപ്രാപ്തിയുള്ള ആളുകളുണ്ട്. സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരിൽ നല്ല സ്ഥാനാർത്ഥികൾ, ഒരു വാർഡിനും നഗരസഭക്കാകെയും മുതൽക്കൂട്ടാവുന്ന ആളുകൾ വിജയിച്ചു വരണം. ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും പയ്യന്നൂർ നഗരസഭയിൽ ഉണ്ടാവണം എന്ന് തന്നെ ഉള്ള അഭിപ്രായമാണ് പച്ച വെളിച്ചത്തിനുള്ളത്. അത് ആര് വരണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അത് 11-ാം തീയതി അവരത് തീരുമാനിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക പറഞ്ഞത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തെ കയ്യിലേക്ക് കൈകടത്തുന്നതല്ല. നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തയ്യാറാവണം. കാലം മാറി, പുതിയ ആശയങ്ങൾ വന്നു, പുതിയ സാധ്യതകൾ വന്നു. അതിനോട് പൊരുത്തപ്പെടുന്ന മനസ്സുള്ളവര്, അതുപോലെ തന്നെ അത്തരം നൂതനമായ ചില ആശയങ്ങള്, ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നവര് സ്ഥാനാർത്ഥികളായിട്ട് വരണം. അത്തരക്കാരൻ മത്സരിപ്പിക്കണം. അത്തരക്കാരിൽ മികവുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. എന്നാൽ മാത്രമേ വികസിത പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു സങ്കല്പം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. നമ്മൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ പണ്ടത്തെ പോലെയല്ല, സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പുതിയ പുതിയ അറിവുകളുണ്ട്. ഓരോ പട്ടണവും എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് പടുത്തുയർത്തിയിട്ടുള്ളത്. പണ്ടത്തെ ടൗണിന്റെ സങ്കല്പം തന്നെ ആകെ മാറി. നമ്മളെല്ലാവരും വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ നഗരസഭയുടെ, നമ്മുടെ വാർഡിൻ്റെ, നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ബോധ്യമുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. നഗരസഭ യോഗങ്ങളിൽ നല്ല ചർച്ചകൾ ഉണ്ടാവണം. നല്ല ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. പ്രതിപക്ഷങ്ങളുടെ അഭിപ്രായങ്ങളെ ഗൗരവത്തോടു കൂടി കാണണം. അത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള ഒരു തരംതിരിവ് ഇല്ല എന്ന കാര്യവും നമ്മൾ അറിയണം. എല്ലാവരും ഭരണപക്ഷമാണ്. ആ അർത്ഥത്തിൽ അവര് വളരെ ഗൃഹപാഠം നടത്തിയിട്ട് നമ്മുടെ വാർഡിന്റെ പ്രശ്നങ്ങള്, നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങള് അതിൽ ഗൃഹപാഠം നടത്തിയിട്ട് ഓരോ കൗൺസിലർമാരും യോഗങ്ങളിൽ പങ്കെടുക്കണം. അജണ്ട വെച്ച് അതൊക്കെ ചർച്ച ചെയ്യണം. അതില് അഭിപ്രായങ്ങൾ വരണം. അത് പ്രതിപക്ഷത്തിന്റെ ഒരു കൗൺസിലർ അതിഗംഭീരമായ
അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെത് അല്ലേ, അത് പറ്റില്ല എന്നുള്ള നിലപാട് ഭരണപക്ഷം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. അത് ഏത് ഭരണപക്ഷമായാലും, അത് പയ്യന്നൂർ നഗരസഭയിലുള്ള പഞ്ചായത്തിലാവട്ടെ, കോർപ്പറേഷനിലാവട്ടെ, എവിടെയാവട്ടെ, നല്ല ആശയങ്ങൾ, അതുകൊണ്ട് കൗൺസിലർമാര് ഗൃഹപാഠം ചെയ്ത് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠിച്ച് കരുത്തരായിട്ട് ആ വിഷയങ്ങൾ കൃത്യമായിട്ട് നഗരസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അവർക്ക് പറ്റണം. അതിനുള്ള അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഭരണ സംവിധാനം തയ്യാറാവണം. അത്തരം ചർച്ചകൾ, അത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് പുതിയ പുതിയ ആശയങ്ങളും നമുക്ക് ആവിഷ്കരിക്കാൻ ആവശ്യമായ പദ്ധതികളും തരും എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. റോഡ് വികസനം, നമ്മുടെ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അതിന് ഇരുഭാഗത്തും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളില്ലാതെ നമ്മൾ തലങ്ങും വിലങ്ങും റോഡ് നിർമ്മിക്കുന്നതാണ് റോഡ് പൊട്ടിപ്പൊളിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന്. പിന്നെ നിർമ്മാണത്തിൽ അപാകതയുണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം കണ്ടുകൊണ്ട് റോഡ് ഉണ്ടാകണം. പയ്യന്നൂർ നഗരസഭയാണ് കേരളത്തിൽ ഏറ്റവും അധികം റോഡുകളുള്ള, ഞാനൊരു ആ രീതിയിലൊരു പഠനം നടത്തിയിട്ടില്ല. എന്നാൽ ഞാൻ ജനസഭയിൽ നേതാക്കന്മാരോടും സ്ഥാനാർത്ഥികളോടും സംസാരിച്ച സമയത്ത് അവര് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പയ്യന്നൂരിൽ ഒരുപാട് റോഡുകൾ, എത്രയോ കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം റോഡുകൾ നിർമ്മിക്കുന്ന സമയത്ത് ആ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കണം. ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാകണം എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ പച്ചവെളിച്ചം മുന്നോട്ട് വെക്കാത്ത, ഈ ചർച്ചയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വെക്കാത്ത ചില വിഷയങ്ങളുണ്ട്. കാരണം നമ്മൾ അതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പയ്യന്നൂരിലെ ആഴ്ച ചന്ത, BKP ഇസ്മായിൽ പോലുള്ള, അതുപോലെ തന്നെ സന്തോഷ് പയ്യന്നൂരിനെ പോലുള്ള ആളുകൾ പെരുമ്പയിലെ ആഴ്ച ചന്തയെ കുറിച്ച് വിശദമായിട്ട് വീഡിയോയും വാർത്തയും നൽകിയ മാധ്യമമാണ് പച്ചവെളിച്ചം. അത് പച്ചവെളിച്ചത്തിന് പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആഴ്ച ചന്ത എന്നുള്ള രീതിയിൽ നമ്മുടെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ചില ഓണക്കാലത്തും വിഷുവിനും അതുപോലെ തന്നെ ക്രിസ്മസ് കാലഘട്ടത്തിലൊക്കെ ചില സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് ചില ഫെസ്റ്റൊക്കെ നടത്താറുണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അതിനൊക്കെ ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പയ്യന്നൂർ പെരുമ്പയിൽ ഇപ്പോൾ പയ്യന്നൂർ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചില പച്ചക്കറി കടകൾ, ഉണക്ക് കടകൾ ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോരാ, നമ്മുടെ വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് വിൽക്കാൻ ആവശ്യമായ പഴയ മാതിരിയുള്ള ചന്ത, അതിന് ഒരു റൂഫൊക്കെ കെട്ടി നല്ല രീതിയിൽ അത് സ്റ്റാളായി തിരിച്ച് അതിലൂടെ നഗരസഭയ്ക്ക് ഒരു വരുമാനം ഉണ്ടാവും. നമ്മുടെ നഗരസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് അവരുടെ തനതായ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടുണ്ടോ എന്ന സംശയം പച്ചവെളിച്ചത്തിന് എന്തായാലും ഉണ്ട്. നമ്മുടെ തനതായ ഫണ്ട്, നമ്മുടെ തനതായ വരുമാനം, നഗരസഭയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്തൊക്കെയാണ് നമ്മൾക്കറിയാലോ. വീട്ടുനികുതി, അതുപോലെ തന്നെ നമ്മുടെ കച്ചവടക്കാരുടെ നികുതി, അത്തരം കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള നികുതി സ്രോതസ്സാണ് നഗരസഭയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അതൊക്കെ കൃത്യമായി പിരിച്ചെടുക്കണം. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പലരും, പാവപ്പെട്ട ആൾക്കാരൊക്കെ നികുതി പിരിച്ചെടുക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രത വൻകിടക്കാരിൽ നിന്ന് നികുതി പിരിക്കാനും കാണിക്കണം എന്നുള്ള വിഷയം പച്ചവെളിച്ചം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ നിർവഹിക്കാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കണം എന്നതും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ഏതായാലും ഏകദേശം ഒരു 10 മിനിറ്റ് വരെ, 1 മണിക്കൂർ ലൈവിൽ ഇരിക്കാം എന്നാണ് പച്ചവെളിച്ചം കരുതിയിട്ടുള്ളത്. ഏതായാലും വളരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ
സജീവമായി ഇടപെട്ട ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് 3 സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള കാർഡ്, അതുപോലെ തന്നെ ജനസഭയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം, നേതാവിനൊപ്പം, അതുപോലെ തന്നെ ഇപ്പം പ്രേക്ഷകർക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം നിങ്ങളുടെ നിലപാട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. പച്ചവെളിച്ചം വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ഒരു അജണ്ടയുമില്ല പച്ചവെളിച്ചത്തിന്, ഒരു രാഷ്ട്രീയ താല്പര്യമോ അജണ്ടയുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് തൊട്ടുകൂടായ്മയില്ല. അങ്ങനെ അത് ശരിയുമല്ല. ഞാൻ ശക്തമായിട്ട് ഭരണപക്ഷത്തെ നഗരസഭ ഭരിക്കുന്നത് LDF ആയതുകൊണ്ടാണ് LDFനെ ഞാൻ വിമർശിക്കുന്നത്. അത് UDF ആണെങ്കിലോ ഞാൻ UDFനെ വിമർശിക്കും. ജനവിരുദ്ധ നിലപാട് ആര് സ്വീകരിച്ചാലും ഞാൻ എതിർക്കും. ഇനി BJP ആണ് ഭരിക്കുന്നത്, അവരെ എതിർക്കും. BJP വിമർശിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ? അതുപോലെ തന്നെ സഭയിലെ പ്രതിപക്ഷത്തെ വിമർശിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ അവരെയും വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ ചില ആളുകൾ ചിലത് മാത്രം കാണും, ചിലത് കാണില്ല. അത് ശരിയായ ഒരു സമീപനമല്ല. ഒരു അഭിപ്രായം, പച്ചവെളിച്ചത്തെ വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായം സ്വരൂപണം ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തത്തിൽ പരിശോധിച്ച് നിലപാട് മനസ്സിലാക്കി ചെയ്ത വാർത്തകൾ ഒക്കെ പരിശോധിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ വേണ്ടി തയ്യാറാവണം. ആ പച്ചവെളിച്ചത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ ഉള്ളത്. ചില ആളുകൾ പിന്നെ മറഞ്ഞിരുന്ന് ചില ചർച്ചകളൊക്കെ നടത്തുന്നു. അങ്ങനെ പല ചർച്ചകളും നടത്തും. അതിനൊന്നും ഒരു ഗൗരവവും ആരും കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക്. ഒരാൾ അതിന് ഗൗരവം കൊടുക്കണ്ട. മുഖത്ത് നോക്കി വിമർശിക്കുന്നവരെ ആണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, സ്തുതി പാഠകന്മാരല്ല. പച്ചവെളിച്ചം സ്തുതി പാഠകന്മാരെ അല്ല ചേർത്ത് പിടിക്കുക, വിമർശകരെയാണ്. വിമർശനം മാന്യമായ ഭാഷയിലായിരിക്കണം, വിഷയത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ തെറി പറയാൻ വന്നാല്, വേണ്ടാത്ത രീതിയിൽ വന്നാല് അതിനെ ഒരു തരത്തിലും സഹിഷ്ണുതയോടുകൂടി കാണാൻ പച്ചവെളിച്ചം പഠിച്ചിട്ടില്ല എന്നതും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആരും വിമർശനത്തിന് അതീതരല്ല. മാധ്യമത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും മാധ്യമമാണ്. മൊബൈലുള്ള എല്ലാവർക്കും മാധ്യമ പ്രവർത്തകരാകാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിൽ ഇറങ്ങിയിട്ട് വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവണം. എല്ലാവരും മാധ്യമ പ്രവർത്തകരാവേണ്ട ഒരു കാലഘട്ടം. ഒരു മൊബൈല് ഒരു വലിയ സാധ്യതയാണ്. അതുകൊണ്ട് പച്ചരാജീവിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പറ്റില്ല? ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അവരൊക്കെ വരുന്ന സമയത്ത്, ശക്തരായ എതിരാളി വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ജാഗ്രതപ്പെടുകയും ശക്തമായി ഞാനതിൽ ഇടപെടുകയും ഞാൻ മുന്നോട്ട് ശക്തമായി പോകാൻ ആവശ്യമായ ടൂളുകൾ സംഘടിപ്പിക്കുകയും ഇടപെടുകയും ചെയ്യും. എതിരാളികൾ വേണം. കാട്ടിൽ ഒരു സിംഹമായിട്ട് നിൽക്കാനൊന്നും ഞാൻ സിംഹം ആണ് എന്നല്ല പറയുന്നത്, ഒരു പ്രയോഗമല്ല അതൊക്കെ. അങ്ങനെ നിൽക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം എല്ലാവരെയും ഒരേപോലെ കാണുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്നെ അറിയാം. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികളാണ്, എൻ്റെ പഴയ സൗഹൃദങ്ങളാണ്. അവർക്കറിയാം ഞാൻ എന്താണ്, ഞാൻ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയാം. ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ പൈനു കോളേജിൽ പഠിച്ച പ്രകാശ് ബാബു സി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട്, അയാൾ KSUയുടെ പ്രവർത്തകനാണ്. അയാളിപ്പം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചൊരു വാർത്ത നൽകിയിരുന്നു. കാരണം അയാൾ എൻ്റെ സുഹൃത്താണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ കാങ്കോൽ ആലപ്പടമ്പിലെ തന്നെ എൻ്റെ കൂടെ പൈനു കോളേജിൽ പഠിച്ചിട്ടുള്ള 2 പ്രമുഖരായ ആളുകളെ കുറിച്ച്, അതിൽ ഒരാളെ കുറിച്ച് ഞാൻ വാർത്ത നൽകിയിട്ടുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരാളുടെ വാർത്തയും കൂടെ നൽകാനുണ്ട്, അതും ഞാൻ നൽകും. രാമതലി പഞ്ചായത്തിലെ ദിനേശനെ കുറിച്ച്, KP ദിനേശൻ എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കുറിച്ച് ഞാൻ ഇന്നൊരു കുറിപ്പിട്ടിട്ടുണ്ട്. കാരണം അത്തരക്കാർ വിജയിച്ചു വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ജനക്ഷേമ തൽപരരായിട്ടുള്ള, അഴിമതിക്കാരല്ലാത്ത, പ്രതിബദ്ധതയുള്ള ആളുകൾ വിജയിച്ചു വരണം. നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻ തോമസ് തളിപ്പറമ്പ് നഗരസഭയിൽ മത്സരിക്കുന്നു.
അതുമായി ബന്ധപ്പെട്ട് കുര്യന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഞാൻ വാർത്ത നൽകി. അതൊക്കെ വലിയ രീതിയിലാണ് ആളുകൾ സ്വീകരിച്ചത്. കുര്യനെ അറിയുന്ന ഒരുപാട് ആളുകളും നമ്മൾ പറയുന്ന സമയത്ത് കുര്യനെ ഇപ്പോൾ പല രീതിയിൽ കാണാത്തവരുണ്ട്. ജോൺ ബിട്ടാസിനെ അറിയാം, KC വേണുഗോപാലിനെ അറിയാം, TV രാജേഷിനെ അറിയാം, P സന്തോഷിനെ അറിയാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ ആളുകളെ നമ്മൾക്കറിയാം. ചില ആളുകളുടെ പേര് ഇതൊക്കെ പൈനൂർ കോളേജിന്റെ സന്തതികളായി രാഷ്ട്രീയത്തിൽ തിളഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ചില ആളുകളുടെ പേരൊക്കെ വിട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ അറിയാം നമ്മൾക്ക്, അവർ മെയിൻ സ്ട്രീമിലുണ്ട്. എന്നാൽ കുര്യനെ പോലെ, പ്രകാശ് ബാബുവിനെ പോലെ അങ്ങനെയുള്ള ആളുകള് ഞാൻ പല ആളുകളുടെയും വാർത്ത നൽകിയിട്ടുണ്ട്. നാളെ ഞാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട SFIയുടെ, ഞാനൊക്കെ SFI പൈനൂർ കോളേജിൽ SFIയുടെ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന TV ചന്ദ്രാട്ടൻ, സഖാവ് TV ചന്ദ്രൻ, നമ്മൾക്കൊക്കെ ഭയങ്കര ആവേശമാണ്. ജനസമ്മതനായിട്ടുള്ള ആള്. അദ്ദേഹം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. അത്തരക്കാരൊക്കെ ഭരണ നേതൃത്വത്തിലേക്ക് വന്നാൽ ആ പഞ്ചായത്ത് രക്ഷപ്പെടും. ആ പഞ്ചായത്ത് രക്ഷപ്പെട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പുതിയ ഭാവനയുള്ള ആളുകള്, പുതിയ നിലപാടുള്ള ആളുകള്, ജനങ്ങളോട് സ്നേഹവും കാരുണ്യമുള്ള ആളുകൾ, നാട്യക്കാരെ നമ്മൾ വിശ്വസിക്കാനേ പാടില്ല. ഹൃദയത്തോട് ഹൃദയപൂർവ്വം സംസാരിക്കണം. ചില സംസാരങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അത് ഉപരിവിപ്ലവമാണ്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. ചില സംസാരങ്ങൾ നമ്മളെ നേരെ നമ്മുടെ ഹൃദയത്തോട് അതിനെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഹൃദയത്തോട് സംസാരിക്കുന്നത് പോലെയാണ് ചില അതിൽ ആത്മാർത്ഥതയുള്ള സംസാരങ്ങൾ, അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നതല്ലേ. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണണം എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. എനിക്ക് പറയാൻ ഒരുപാട് ടോപ്പിക് ഉണ്ട്. ഞാൻ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ സംഘടനയിൽ നിന്ന് കിട്ടിയ, എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. അതന്നെയാണ് എൻ്റെ കരുത്തും. എനിക്കെന്തെങ്കിലും ധീരതയുണ്ടെങ്കിൽ, ജനപക്ഷ നിലപാടുണ്ടെങ്കിൽ, ഞാൻ നടന്നു വന്ന വഴികളിലൂടെ, സംഘടനയിലൂടെ, എൻ്റെ ജീവിത വഴിയിലൂടെ സ്വാംശീകരിച്ചെടുത്തതാണ്. എനിക്കെല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. എന്നോട് മുട്ടാൻ വന്നാൽ ഞാൻ ഒരിക്കലും അവരോട് മുട്ടും. പക്ഷെ എനിക്ക് ശത്രുക്കളില്ല. നിലപാടുകളിൽ ഞാൻ നിലപാട് പറയുന്നല്ലാതെ ഇന്നും എനിക്ക് ഒരൊറ്റ ശത്രുക്കൾ പോലുമില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. എന്നെ ശത്രുക്കളായ ആളുകൾ, എന്നെ തെറ്റിദ്ധരിച്ച ആളുകൾ, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നല്ല മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആളുകൾ എനിക്കറിയാം. ഞാൻ നല്ല മനുഷ്യനാണ്, നല്ല മാധ്യമപ്രവർത്തകനാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്നെക്കാട്ടി നല്ല മനുഷ്യരും എന്നെക്കാട്ടി നല്ല മാധ്യമപ്രവർത്തകരും നമ്മുടെ ഇടയിലുണ്ട്, നാട്ടിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുറ്റങ്ങളില്ലാത്ത ഒരാളേ അല്ല ഞാൻ. കുറ്റങ്ങള് അത് സ്വയം തിരുത്തി മുന്നോട്ട് പോകാൻ ഞാൻ എപ്പോഴും തയ്യാറാവാറുണ്ട്. ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് യാത്ര ചെയ്യണം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പച്ചവെളിച്ചത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചിലപ്പോൾ പ്രേക്ഷകർക്കറിയാം, നിരന്തരമായി സംസാരിച്ചതുകൊണ്ട് എൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ട്. ചില ലൈവിലൊക്കെ, AP നാരായണൻ ലൈവിലൊക്കെ സുരാജ് പിലാങ്കു ഒരു കമൻറ്റുമായി വന്നിട്ടുണ്ട്. എൻ്റെ ശിഷ്യനാണ് സുരാജ് പിലാങ്കു. അത്യാവശ്യം ഇതിലൊക്കെ കമൻറ്റ് പറയുന്ന, ലൈക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. പയ്യന്നൂർ പ്രദേശത്തിനുള്ള സമ്പൂർണമായ പിന്തുണയും വസ്തുതാപരമായ വാർത്തകളും കൈമാറി വരുന്ന പച്ചവെളിച്ചത്തിൻ്റെ ലൈവ് പ്രക്ഷേപണത്തിന് സാഹോദര്യവും ആശംസകളും. പയ്യന്നൂരിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ഉന്നതിക്കും വേണ്ടി ഇതൊരു വലിയ ഇടവേളയാകട്ടെ, ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരാജ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇവിടെ ഒരു കമൻറ്റ് കുറിച്ചിട്ടുള്ളത്. അത് വളരെ അഭിമാനത്തോടു കൂടി കാണും. താങ്കളുടെ അഭിപ്രായങ്ങൾ, താങ്കളുടെ നിർദ്ദേശങ്ങൾ, താങ്കളുടെ സ്നേഹം എന്നും സ്വാംശീകരിക്കും, ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെയൊക്കെ ഫ്ലാസ്കൊക്കെ ഇവിടെ വെച്ചുകൊണ്ടാണ്
ചൂടുവെള്ളം. പക്ഷെ അങ്ങനെയൊന്നും വലിയ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചില സമയത്ത് AP നാരായണൻ്റെ ഒക്കെ വേറെ ഒരു ലൈവിലൊക്കെ ഞാനിങ്ങനെ നിർത്താതെ ചുമച്ചിരുന്നു. അതൊക്കെ സഹിച്ചാണ് എൻ്റെ പ്രേക്ഷകർ. അതിലേതൊരു പ്രേക്ഷകൻ ചുമയുണ്ട്, ചുമക്ക് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞൊരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് നമ്മളെ ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെട്ടിരുന്നത്. അത് വലിയ വിജയമാണ്. അത് തുടരും. നാളെയും ലൈവിലെത്തും. ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് നാളെയും അങ്ങനെ ഞാനത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഞാനെല്ലാം നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഗൃഹപാഠം ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അവതരിപ്പിച്ചു. പല സ്ഥാനാർത്ഥികളും നാളെ ഒരാളും കൂടെ എന്നോട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, കണ്ടോത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നാളെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ എൻ്റെ ലൈവിൽ ഉൾക്കൊള്ളിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം സമയത്തിൻ്റെ പരിമിതികളുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അതറിയാം. പ്രഖ്യാപനം വന്നു, അതിനിടയ്ക്ക് ഇലക്ഷൻ, പിന്നെ നമുക്കറിയാലോ 11-ാം തീയതി ഇലക്ഷനാണ്, 10-ാം തീയതി നിശബ്ദ പ്രചരണമാണ്. ഞാൻ നാളെ ലൈവ് ചെയ്യും. നിശബ്ദ പ്രചരണമായെന്ന് ഞാൻ നഗരസഭയുടെ മുന്നിൽ പോയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയും. അതിൽ ഞാൻ പൊതുവായ ചില വിഷയങ്ങൾ പറയും. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കെല്ലാം ഒത്തുവരണമല്ലോ. അവിടെ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, നമ്മുടെ വാർഡിനെക്കുറിച്ച്, സ്ഥാനാർത്ഥികളെക്കുറിച്ച്, അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച്, വോട്ടെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് എല്ലാവരും. അതുപോലെ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ജനാധിപത്യ ബോധം കാണിക്കണം, പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു അക്രമവും കൂടാതെ കൃത്യമായ വോട്ടിംഗ് നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം, പോലീസ് തയ്യാറാവണം. നമ്മുടെ കൃത്യമായ വോട്ടിംഗ് നടക്കണം ഇവിടെ എന്നുള്ള അഭിപ്രായം ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ചത്തിനുണ്ട്. അതുകൊണ്ട് ഒരാളാണ് അങ്ങനെ ചെയ്യുന്ന, എല്ലാവരും അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് തെറ്റായ ചില പ്രവണതകൾ കൈക്കൊള്ളാറുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ഒരു കൂട്ടരാണ് കള്ളവോട്ടിൻ്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ജനാധിപത്യവാദികളായിട്ട് പ്രവർത്തിക്കാറില്ല എന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾക്ക് മുമ്പുണ്ട്, ഇന്നുണ്ട്, ചിലപ്പോൾ നാളെ ഉണ്ടാവും. ജനാധിപത്യത്തിൽ കാലെല്ലാം കഴിഞ്ഞു. പുതിയ തലമുറ അക്രമ രാഷ്ട്രീയം, അതുപോലെ തന്നെ ജനാധിപത്യ ധ്വംസനങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കില്ല. അവര് അതിനെതിരാണ്. അതുകൊണ്ട് ജനാധിപത്യം പൂത്തുലയണം. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. സാധാരണക്കാരായ പ്രവർത്തകന്മാര് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഇലക്ഷനിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങൾക്ക് പ്രിയപ്പെട്ട, നിങ്ങൾക്ക് തൊട്ടറിയുന്ന ആളുകൾ, അതിൽ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ദേഷ്യമുള്ളവര്, അവർക്ക് വോട്ട് ചെയ്യാതിരിക്കും, സ്നേഹമുള്ളവര് അവർക്ക് വോട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിർത്തേണ്ട സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നാൽ ജനപ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് ദൈനംദിനമായി ഇടപഴകുന്ന ആളുകളെ നിർത്താൻ തയ്യാറായാൽ രാഷ്ട്രീയത്തിന് അതീതമായ വോട്ട് അവർക്ക് സ്വാംശീകരിക്കാൻ വേണ്ടി കഴിയും. അതിന് അത്രയോ ഉദാഹരണങ്ങളുണ്ട്. അത്തരം വോട്ടും നമ്മുടെ ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും 9 മണി കഴിഞ്ഞു. ഇന്ന് ഈ ലൈവ് നിർത്താം. നാളെയും ലൈവിലെത്തും. പ്രിയ പ്രേക്ഷകര്, നാളെയും കമൻറ്റുമായിട്ട് വരണം. 8 മണിക്ക് തന്നെ നാളെയും നമുക്ക് ലൈവിൽ പങ്കെടുക്കാമെന്നാണ് തോന്നുന്നത്. ഞാനതുമായി ബന്ധപ്പെട്ട കുറിപ്പ് നാളെ ഇടും. മറ്റന്നാള് പച്ച വെളിച്ചത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കുട്ടിക്കലാശം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നഗരസഭയുടെ മുന്നിൽ വെച്ച് പറയണം. അതൊരു നീണ്ട ലൈവ് ഒന്നുമല്ല. ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ പച്ച വെളിച്ചം സക്രിയമായി ഇടപെട്ടു എന്നുള്ള രീതിയിൽ നല്ല ഫീഡ്ബാക്കാണ് പ്രിയ പ്രേക്ഷകരെ. ടൗണിലൊക്കെ പോയാൽ വലിയ രീതിയിൽ പച്ച വെളിച്ചം ജനസഭ പയ്യന്നൂർ ജനസഭ എന്ന് തന്നെയാണ് പറയുന്നത്. പയ്യന്നൂർ ജനസഭ കണ്ടിനെ, പച്ച വെളിച്ചം കണ്ടിന്യൂ എന്നല്ല, പയ്യന്നൂർ ജനസഭ കണ്ടിന്യൂ. ഗംഭീരമായിട്ടുണ്ട്. നല്ല ചോദ്യങ്ങളായിരുന്നു. താങ്കളൊക്കെ ചോദിച്ചിരുന്നു. ഇന്നാളുടെ നല്ലതായിരുന്നു, ഇന്നാൾ പോരാ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരാളുടെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളായിട്ട് ഞാൻ അതിനെ കാണുന്നു.
എല്ലാവരും അവരുടെ നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിക്രം ഭീഷണ എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്. വിക്രമും വിവേകും നമ്മുടെ ഒരു അനിയന്മാരാണ്. വിക്രം ഭീഷണായി കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരൊക്കെ ഏതൊരു ഘട്ടത്തിലും അവരുടെ കൂടെ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ അവരും ഉണ്ട്. കാരണം നമ്മുടെയൊക്കെ ബലമാണ് ഇങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഇവിടെ കരുത്താണ്. വിക്രം ഷണായി പറയുന്നത് യെസ്, കരുത്താണ് പച്ച വെളിച്ചത്തിൻ്റെ കരുത്ത്. പച്ച വെളിച്ചത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളുണ്ട്. അതിലൊക്കെ ഇവരൊക്കെ പെടും. ഇവരെയൊക്കെ അറിയാം. വിക്രം ഷണായിക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഞാൻ അന്നേരം ഇടപെടും. നമ്മളന്നും അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ല. ഒരു വിഷയം അറിഞ്ഞാൽ അന്നേരം ഇടപെടും. അത് എൻ്റെ ചെറുപ്പം മുതലുള്ള എന്നെ അടുത്തറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവരൊരു കാര്യം പറഞ്ഞാൽ ഞാനത് കേൾക്കും. അവർ മോശമായ ഒരു കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ഒന്നും എന്നോട് പറയില്ല. അവർക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം, എനിക്ക് അവരെയും അറിയാം. അവർ നല്ല കാര്യങ്ങൾ പറയും. അത് അങ്ങനെയല്ല മാഷെ, ഇങ്ങനെയല്ല മാഷെ എന്ന് പറയും. മാഷയെന്ന് അവരെന്നെ വിളിക്കാറ്. ഞാൻ പറയും അത് അങ്ങനെ തന്നെ, ഇങ്ങനെയാണ്, അതിങ്ങനെ ചെയ്യാം നമ്മൾക്ക്. അല്ല, ചില വിഷയങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തും. അത് ഞാൻ കൃത്യമായി ചെയ്യും. നമ്മൾ പിന്നെ അത്തരം ബന്ധങ്ങളുള്ള ഒരുപാട് ആളുകൾ, നിറഞ്ഞ സ്നേഹമുള്ള ഒരുപാട് ആളുകൾ, വിക്രമിനെ പോലെ, വിവേകിനെ പോലെ ഉള്ള, സുരാജിനെ പോലെ ഉള്ള ഒരുപാട് ആളുകൾ ഇതിൽ കമൻറ്റ് ചെയ്ത് എല്ലാവരും എന്നോട് സ്നേഹമുള്ളവരാണ് എന്നുള്ള കാര്യവും ഞാനിതിനെ അഭിമാനത്തോടു കൂടി കാണുന്നു. ഏതായാലും ഇത്രയും സമയം എൻ്റെ ലൈവ് ശ്രവിച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും, പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും, പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ പിന്നെ ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ എൻ്റെ അഡ്വൈസറായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യാൻ പറയണം, നിങ്ങളെ പിന്നെ ഷെയർ ചെയ്യാൻ പറയണം ഒക്കെ എന്നോട് പറയാറുണ്ട്. പലപ്പോഴും ഞാനതൊക്കെ ആ രീതിയിൽ പറയാറില്ല. നമ്മൾ കുറേയും കൂടെ 52,000 ഫോളോവേഴ്സ് ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഇതൊന്നും പറയാതെ തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. ശക്തമായ സാന്നിധ്യമാണ് ഞാൻ ഗൾഫിൽ. നിങ്ങൾ ഗൾഫിൽ എൻ്റെ വാർത്തകൾ എത്രത്തോളം ഗൾഫിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് എനിക്കതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാലോ, ഒരു പേജ് കൈകാര്യം ചെയ്യുന്നവർക്ക് എവിടെ നിന്നുള്ള ആളുകളാണ് ഫോളോവേഴ്സ്, എവിടെ നിന്നുള്ള ആളുകളാണ് ഇതൊക്കെ കാണുന്നത്, എവിടെ നിന്നാണ് എനിക്ക് വരുമാനം വരുന്നത്. എനിക്ക് അമേരിക്കയിൽ, ബ്രിട്ടനിൽ, സ്വിറ്റ്സർലാൻഡിൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ, ഓസ്ട്രേലിയയിൽ ഒക്കെ മലയാളികളായ പ്രേക്ഷകരുണ്ട്. അതുപോലെ UAE ഞാൻ വളരെ സ്ട്രോങ് ആണ്. സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, സുൽത്താനേറ്റ് ഓഫ് ഒമാനിലുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രേക്ഷക പിന്തുണ എനിക്കുണ്ട്. എൻ്റെ വാർത്തകൾ മലയാളികൾ, പയ്യന്നൂർക്കാരായ മലയാളികളൊന്നുമല്ല, മറ്റുള്ള മലയാളികളും മറ്റു പ്രദേശത്തുള്ള ആളുകളും കാണാറുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫോളോവേഴ്സും പ്രേക്ഷകരും ഉള്ളത് കൊച്ചിയിലാണ്. ഞാൻ കൊച്ചിയിൽ കരുത്തനാണ്. അതുപോലെ തിരുവനന്തപുരത്ത്, തലശ്ശേരി, അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത് നിങ്ങൾക്കറിയാലോ, ആ ഒരു പേജിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമ്മൾക്കറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ ഫോളോവേഴ്സ് ഉള്ളത്, എവിടെ നിന്നാണ് നമ്മൾക്ക് കൂടുതൽ ആളുകൾ നമ്മളെ ശ്രവിക്കുന്നത്, നമ്മളെ കാണുന്നത് എന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ വേണ്ടി പറ്റും. ഏതായാലും പച്ചവെളിച്ചം വിജയത്തിൻ്റെ പാതയിലാണ്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകും. നാളെയും ജനസഭയിൽ വരും. നാളെയും നിങ്ങൾ വിഷയങ്ങൾ, പിന്നെ നിങ്ങളുടെ വാർഡിലെ പ്രശ്നങ്ങൾ, പൊതുവിഷയങ്ങൾ നിങ്ങൾ കമൻ്റായി കുറിക്കണം. അത് ഞാൻ എടുത്തു പറയും. അത് പുതിയ ഭരണസമിതിക്ക് ഈ കമൻറ്റുകളൊക്കെ ഞാൻ എഴുതിയിട്ട് കൊടുക്കും. ബാലകൃഷ്ണൻ RV എന്ന് പറയുന്ന ആൾ പിന്നെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് ലാസ്റ്റിൽ. അതുപോലെ തന്നെ ഇത് കണ്ട മുഴുവൻ ആളോടുള്ള സ്നേഹം. എല്ലാവരും, ചില ആളുകളൊക്കെ ലൈക്ക് അടിക്കും, ചില ആളുകൾ ലൈക്ക് അടിക്കില്ല. അതുപോലത്തെ ചിലവർ കമൻ്റ് ഇടും, ചിലർ ഷെയർ ചെയ്യും. എല്ലാവരോടും സ്നേഹം. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത്, പച്ചവെളിച്ചത്തിൻ്റെ കുറേ ആളുകൾ, പച്ചവെളിച്ചത്തിൻ്റെ നിത്യപ്രേക്ഷകരായ ആളുകളൊന്നും പച്ചവെളിച്ചത്തെ ഫോളോ ചെയ്തിട്ടില്ല. അവരെല്ലാ ദിവസവും കാണും, കമൻ്റൊക്കെ ഇടും. അത്തരക്കാരൊന്ന് പരിശോധിച്ച് അത് ഫോളോ ചെയ്യണം. പച്ചവെളിച്ചത്തെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വിശാലമായ ഒരു ക്യാൻവാസിൽ
1,00,000 പ്രേക്ഷകരൊക്കെയായി വിശാലമായ ക്യാൻവാസിൽ പച്ചവെളിച്ചം നിറഞ്ഞു നിൽക്കട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾ കാണട്ടെ. കാണാൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ നമ്മളെ ഫോളോവേഴ്സിനും പ്രേക്ഷകരുടെയും എണ്ണം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടെ നിൽക്കണം. നാളെ കാണാം. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരോടും സ്നേഹം. ഞാൻ അടിവരയിട്ട് പറയുന്നു, എനിക്ക് നിലപാടേ ഉള്ളൂ. അതിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളേ ഉള്ളൂ. എനിക്ക് ശത്രുക്കളില്ല. ഇന്ന് വരെ ഞാൻ ഒരു ശത്രുക്കളെയും ഞാൻ സ്വന്തമായിട്ട് നിലനിർത്തിയിട്ടില്ല. എനിക്കാരോടും ശത്രുതയില്ല. എന്നോടും തിരിച്ചും അങ്ങനെ തന്നെ ആവണം. നിങ്ങൾ മനസ്സിരുത്തി എന്താണ് പറയുന്നത് എന്നത് കാണുന്ന. എനിക്കൊക്കെ ഉറച്ച രാഷ്ട്രീയമുണ്ട്. ഞാൻ നല്ല രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആളാണ്. അന്നും ജനപക്ഷ നിലപാടുകൾ, പൊതുബോധങ്ങൾ എന്നെ ഞാൻ സംശീകരിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാം. നാളെ ഞാൻ ലൈവിൽ വരും. നമ്മൾക്ക് പച്ചവെളിച്ചത്തിൻ്റെ കൊട്ടിക്കലാശം നാളെയല്ല, മറ്റന്നാളാണ്. അത് നഗരസഭയുടെ മുന്നിൽ നിന്ന് ലൈവായി പറയും. അതിൽ ഞാൻ കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകില്ല. പിന്നെ വേറെ ഒന്നും പറയില്ല. കാരണം അവസാന മണിക്കൂറിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങളെ അവരുടെ മനസ്സ് മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ തയ്യാറാവില്ല. ചില ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശുഭരാത്രി. എല്ലാവരോടും സ്നേഹം. ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച മീഡിയ പാർട്ട്നേഴ്സിന്റെ പേര് ഒരിക്കൽ കൂടെ പറയുന്നു. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ആകൃതി ലോക്സ്, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ബെസ്റ്റ് ബർഗ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനം പെരുമ്പയിൽ വരുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ വരട്ടെ. അവരൊക്കെ നമ്മുടെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ നഗരത്തിലെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരണം, സംരംഭങ്ങൾ വരണം, സ്ഥാപനങ്ങൾ വരണം. അതിനൊക്കെ നല്ലതായിട്ട് തന്നെ നമ്മൾ പിന്തുണക്കും. നമ്മുടെ നഗരസഭക്ക് വരുമാനം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് പുതിയ പുതിയ പദ്ധതികളും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നതും പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പയ്യന്നൂർ ജനസഭയിൽ പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച. ഒരു കമന്റ് കൂടെ വന്നിട്ടുണ്ട്. സമീർ പി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആകണം വികസന കാഴ്ചപ്പാട്. ഇതുവരെയുള്ള വികസന മുരടിപ്പ് ഇനി വരുന്ന മുനിസിപ്പൽ ഭരണകർത്താക്കൾക്ക് വികസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹം പുതിയ ഭരണസമിതിക്ക് ഒരു നിർദ്ദേശം വെക്കുകയാണ്. അവര് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ട സമീർ പി പറഞ്ഞിട്ടുള്ളത്. അതും ഞാൻ പുതിയ ഭരണസമിതിയുടെ മുൻപാകെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയും കമൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇത് കഴിഞ്ഞതിന് ശേഷവും കാണുന്നവർക്ക് ഇതിൽ കമൻ്റ് ഇടാം. എല്ലാ കമൻറ്റിനും ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് പുതിയ ഭരണസമിതി പുതിയ ചെയർമാന് കൈമാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ ഗാന്ധി പാർക്കിൽ നടത്തിക്കൂടെ എന്ന് ശ്രീജിത്ത് മാവിച്ചേരി പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് വീട്ടിൽ തന്നെ ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് നമ്മൾ പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. പുതിയ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല ചർച്ച വേണമെങ്കിൽ നമുക്ക് ഗാന്ധി പാർക്കിൽ വെക്കാം. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അതിൽ ഭരണാധികാരിയെ കൊണ്ടുവരാം, അതിൽ ജനങ്ങളെ കൊണ്ടുവരാം. അത് പച്ചവെളിച്ചം അതിൻ്റെ ഒരു ആങ്കറിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് പച്ചവെളിച്ചത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് നല്ല പരിപാടികൾ സംഘടിപ്പിക്കാം. അതിനും പച്ചവെളിച്ചം തയ്യാറാണ് എന്ന് ശ്രീജിത്ത് മാവിച്ചേരിയോട് പറയുന്നു. തൽക്കാലം നിർത്തുന്നു, നീട്ടുന്നില്ല. വാക്കുകൾ സമയക്ലിപ്തത വരുത്താൻ നമ്മൾ തയ്യാറാവണം. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ 9:15 1.25 മണിക്കൂറായി ലൈവിൽ വന്നിട്ട് പച്ചവെളിച്ചത്തിന് വേണ്ടി പയ്യന്നൂർ ജനസഭയിൽ രാജീവൻ പച്ച.